2026 ജനുവരി മാസം മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ തുടക്കങ്ങളുടെയും അനുകൂലമായ മാറ്റങ്ങളുടെയും കാലമാണ്. ചിങ്ങക്കൂറിൽ വരുന്ന മകം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിന്റെ തുടക്കം ആത്മവിശ്വാസവും സാമ്പത്തിക ഭദ്രതയും നൽകുന്ന ഒന്നായിരിക്കും. സിംഹരാശിയിൽ വരുന്ന മകം നക്ഷത്രത്തിന് കേതുവാണ് അധിപൻ. രാജകീയമായ സ്വഭാവവും നേതൃത്വ ഗുണങ്ങളും ഉള്ളവരാണ് മകം നക്ഷത്രക്കാർ. ഈ മാസം ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഈ സവിശേഷതകളെ ഊട്ടിയുറപ്പിക്കും. ഒരു പുതിയ നേട്ടങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യും. ദൃഢനിശ്ചയത്തോടെയുള്ള നിങ്ങളുടെ പരിശ്രമങ്ങൾക്കും കഠിനാധ്വാനത്തിനും ഈ മാസം തക്കതായ പ്രതിഫലം ലഭിക്കും. ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന സുപ്രധാന നേട്ടങ്ങളെക്കുറിച്ച് ആഴത്തിൽ വിശകലനം ചെയ്യാം. നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ധാരണയുണ്ടാകും. നേതൃത്വപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും. ഇത് മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങൾക്ക് അംഗീകാരം നേടിക്കൊടുക്കുകയും ചെയ്യും. തടസ്സങ്ങളെ അതിജീവിക്കാനുള്ള നിങ്ങളുടെ കഴിവ് ഈ മാസം കൂടുതൽ തിളങ്ങും. സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഏറെക്കാലമായി കാത്തിരുന്ന ഒരു പ്രൊമോഷൻ ഈ മാസം നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ഒരു ഉയർന്ന പദവിയിലേക്കോ കൂടുതൽ ഉത്തരവാദിത്തങ്ങളോട് കൂടിയ ഒരു റോളിലേക്കോ നിങ്ങൾ ഉയർത്തപ്പെട്ടേക്കാം. ഇത് നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ കുതിച്ചുചാട്ടമായിരിക്കും. നിങ്ങളുടെ നേതൃത്വ ഗുണങ്ങൾ പ്രകടിപ്പിക്കാൻ ഇത് മികച്ച അവസരമാണ്. നിങ്ങളുടെ കഠിനാധ്വാനവും ജോലിയോടുള്ള അർപ്പണവും മേലധികാരികൾ ശ്രദ്ധിക്കുകയും പ്രശംസിക്കുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ടീം വർക്കിൽ മികച്ച ഫലങ്ങൾ നേടാൻ സഹായിക്കും. പുതിയതും വെല്ലുവിളികൾ നിറഞ്ഞതുമായ പ്രോജക്റ്റുകളിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കാം. ഇത് നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സഹായിക്കും. ഇത്തരം പ്രോജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നത് നിങ്ങളുടെ കരിയറിന് വലിയ മുതൽക്കൂട്ടാകും. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് ഈ മാസം ലാഭകരമായ പല ഡീലുകളും ലഭിക്കാം. പുതിയ നിക്ഷേപങ്ങൾ നടത്താനും ബിസിനസ് വിപുലീകരിക്കാനുമുള്ള നല്ല സമയമാണിത്. പുതിയ പങ്കാളിത്തങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധയോടെയും വിവേകത്തോടെയും വേണം. വിപണിയെക്കുറിച്ചുള്ള പഠനം സഹായകമാകും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ താല്പര്യങ്ങൾക്കും കഴിവിനും അനുസരിച്ചുള്ള ഒരു ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും തൊഴിൽദാതാക്കളെ ആകർഷിക്കാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ നെറ്റ്വർക്കിംഗ് കഴിവുകൾ ഈ മാസം സഹായകമാകും. നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ശമ്പള വർധനവോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളോ ഈ മാസം പ്രതീക്ഷിക്കാം. ഒരു പുതിയ ശമ്പള പാക്കേജിനായോ ബോണസിനായോ ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് വിജയകരമാക്കാൻ സാധിക്കും. നിങ്ങളുടെ പ്രധാന വരുമാനത്തിന് പുറമെ മറ്റു വഴികളിലൂടെയും പണം ലഭിക്കാൻ സാധ്യതയുണ്ട്. പാർട്ട് ടൈം ജോലികളോ ഫ്രീലാൻസിംഗ് അവസരങ്ങളോ അല്ലെങ്കിൽ ചില സൈഡ് ബിസിനസ്സുകളോ നിങ്ങൾക്ക് അധിക വരുമാനം നേടാൻ സഹായിക്കും. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ വളരെയധികം മെച്ചപ്പെടുത്തും. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്ന് ഈ മാസം നല്ല ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓഹരി കമ്പോളത്തിലോ റിയൽ എസ്റ്റേറ്റിലോ അല്ലെങ്കിൽ മറ്റ് സുരക്ഷിത നിക്ഷേപങ്ങളിലോ പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ഇത് നല്ല സമയമാണ്. എന്നാൽ ഏതൊരു നിക്ഷേപവും നടത്തുന്നതിന് മുൻപ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നത് ഉചിതമാണ്. നിലവിലുള്ള കടങ്ങൾ വീട്ടാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികമായി ഒരു സുരക്ഷിതത്വം അനുഭവപ്പെടും. ഇത് നിങ്ങളുടെ മനസ്സമാധാനം വർദ്ധിപ്പിക്കും. സാമ്പത്തിക ബാധ്യതകൾ കുറയുന്നത് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സഹായിക്കും. അപ്രതീക്ഷിതമായി ചില ധനലാഭങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊരു പഴയ കടം തിരികെ ലഭിക്കുന്നതിലൂടെയോ പാരമ്പര്യ സ്വത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു ഭാഗ്യക്കുറിയിലൂടെയോ ആകാം. വരുമാനം വർദ്ധിക്കുമ്പോൾ ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. അനാവശ്യമായ ധൂർത്ത് ഒഴിവാക്കുന്നത് ഭാവിയിൽ സാമ്പത്തികമായി മെച്ചപ്പെടാൻ സഹായിക്കും. ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് ചെലവുകൾ നടത്തുന്നത് സാമ്പത്തിക അച്ചടക്കം നിലനിർത്താൻ സഹായിക്കും. പുതിയ വാഹനം, വീട് അല്ലെങ്കിൽ മറ്റ് ആസ്തികൾ വാങ്ങാൻ ഈ മാസം അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം. ദാമ്പത്യത്തിലും കുടുംബ ബന്ധങ്ങളിലും മകം നക്ഷത്രക്കാർക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ നൽകും. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുകയും പരസ്പര ധാരണ വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം ഈ മാസം കൂടുതൽ ഊഷ്മളവും ദൃഢവുമാകും. സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുകയും പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവ് മെച്ചപ്പെടുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ റൊമാൻസും അടുപ്പവും വർദ്ധിക്കും. ഒരുമിച്ചുള്ള യാത്രകൾ പോകാനും കൂടുതൽ സമയം ചെലവഴിക്കാനും സാധിക്കും. ഇത് നിങ്ങളുടെ ബന്ധത്തിന് കൂടുതൽ ഉണർവ് നൽകും. അവിവാഹിതരായ മകം നക്ഷത്രക്കാർക്ക് ഈ മാസം അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട്. വിവാഹം നിശ്ചയിക്കാനും വിവാഹത്തിനൊരുങ്ങാനുമുള്ള നല്ല സമയമാണിത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ഒരു പങ്കാളിയെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും സാധിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കും. ചെറിയ പിണക്കങ്ങൾ പോലും സംസാരിച്ച് പരിഹരിക്കാൻ സാധിക്കും. മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ സ്നേഹവും ബഹുമാനവും നിറഞ്ഞതായിരിക്കും. അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ്. സഹോദരങ്ങളുമായി നിലവിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും പരിഹരിക്കപ്പെടും. പരസ്പരം സഹായിക്കാനും പിന്തുണയ്ക്കാനും സാധിക്കും. കുടുംബപരമായ കാര്യങ്ങളിൽ അവരുടെ സഹായം ലഭിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ആഘോഷങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇത് സന്തോഷം വർദ്ധിപ്പിക്കുകയും കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുകയും ചെയ്യും. പുതിയ അംഗങ്ങൾ കുടുംബത്തിലേക്ക് കടന്നു വരാനും സാധ്യതയുണ്ട്. കുടുംബത്തിലെ സ്വത്ത് സംബന്ധമായ തർക്കങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാം.
ദീർഘകാലമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. ആത്മീയ മേഖലയിൽ മകം നക്ഷത്രക്കാർ നല്ല പുരോഗതി ഉണ്ടാകും. ആന്തരിക സമാധാനവും വ്യക്തമായ ഉൾക്കാഴ്ചയും ഈ മാസം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഈ മാസം അനുകൂലമാണ്. ധ്യാനം, പ്രാർത്ഥന, യോഗ എന്നിവയിൽ കൂടുതൽ താല്പര്യം തോന്നും. ഇത് മാനസിക സമാധാനവും ഉൾക്കാഴ്ചയും നൽകും. നിങ്ങളുടെ ആന്തരിക ശക്തി വർദ്ധിക്കും. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകും. സമ്മർദ്ദങ്ങളും ഉത്കണ്ഠകളും കുറയ്ക്കാൻ ഇത് സഹായിക്കും. ജീവിതത്തിലെ പ്രശ്നങ്ങളെ കൂടുതൽ വ്യക്തതയോടെ കാണാനും പരിഹരിക്കാനും സാധിക്കും. ആത്മീയ ഗുരുക്കന്മാരെ സന്ദർശിക്കാനും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും അവസരം ലഭിക്കാം. ഇത് നിങ്ങളുടെ ജീവിത വീക്ഷണത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. പുതിയ ആത്മീയ പാതകൾ കണ്ടെത്താനും സാധിക്കും. മതപരമായ ചടങ്ങുകളിലും പൂജകളിലും പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് ആത്മീയമായ സംതൃപ്തി നൽകും. ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് മനസ്സിന് കുളിർമ നൽകും. സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആത്മീയമായി നിങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകും. മറ്റുള്ളവരെ സഹായിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. ഇതൊരു തരം ആന്തരിക ശുദ്ധീകരണമാണ്. ജീവിതത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റുകയും ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകുകയും ചെയ്യും. ആത്മീയ പുസ്തകങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനും ആത്മീയപാതയിൽ മുന്നോട്ട് പോകാനും സഹായിക്കും. ഇത് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ വിശാലമാക്കും. ആരോഗ്യപരമായി ഈ മാസം പൊതുവെ നല്ലതായിരിക്കും. ഊർജ്ജസ്വലതയും നല്ല പ്രതിരോധ ശേഷിയും അനുഭവപ്പെടും. ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിലും അത് വേഗത്തിൽ ഭേദമാകും. മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകണം. ചിട്ടയായ വ്യായാമവും പോഷക സമൃദ്ധമായ ഭക്ഷണവും ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ സാധിക്കും. യാത്രകൾക്ക് ഈ മാസം പൊതുവെ അനുകൂലമായിരിക്കും. ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള യാത്രകൾ വിജയകരമാകും. വിനോദയാത്രകൾ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ സഹായിക്കും. തീർത്ഥാടന യാത്രകൾക്ക് സാധ്യതയുണ്ട്. മകം നക്ഷത്രത്തിന്റെ അധിപൻ കേതുവും ദേവത പിതൃക്കളുമാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വാഭാവികമായ നേതൃഗുണങ്ങളും ആത്മവിശ്വാസവും ഉണ്ടാകും. രാജകീയമായ വ്യക്തിത്വവും നിശ്ചയദാർഢ്യവും ഇവരുടെ പ്രത്യേകതകളാണ്. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് നേതൃത്വപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഈ മാസം അവസരങ്ങൾ ലഭിക്കാം. ടീമിനെ നയിക്കാനും പ്രോജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കാനും നിങ്ങൾക്ക് സാധിക്കും. ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിങ്ങൾക്ക് നിശ്ചയദാർഢ്യം പ്രകടിപ്പിക്കും. ഇത് തടസ്സങ്ങളെ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കും. ഈ മാസം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഇത് പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനും ജീവിതത്തിൽ മുന്നോട്ട് പോകാനും സഹായിക്കും. ഈ അനുകൂല ഫലങ്ങൾ നിലനിർത്താനും ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രതികൂല ഫലങ്ങൾ ലഘൂകരിക്കാനും ചില പ്രതിവിധികൾ ചെയ്യുന്നത് നല്ലതാണ്. കേതുവിന്റെ അധിപൻ ഗണപതി ആയതുകൊണ്ട് ഗണപതി ഭഗവാനെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. ഗണപതി ഹോമം നടത്തുന്നത് ഗുണകരമാണ്. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള നക്ഷത്രമായതിനാൽ മഹേശ്വര പൂജ, പിതൃകർമ്മങ്ങൾ എന്നിവ നടത്തുന്നത് ഉത്തമമാണ്. രുദ്രാക്ഷം ധരിക്കുന്നത് കേതുവിന്റെ ദോഷഫലങ്ങളെ കുറയ്ക്കാനും മനസ്സിന് സമാധാനം നൽകാനും സഹായിക്കും. പാവപ്പെട്ടവർക്ക് ഭക്ഷണം, വസ്ത്രം എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുന്നത് ഉത്തമം. കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ, എള്ള് എന്നിവ ദാനം ചെയ്യുന്നത് കേതുവിനെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും. കേതുവിന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ്. കേതു മന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് നല്ലതാണ്. കൂടാതെ ഗായത്രി മന്ത്രം ജപിക്കുന്നതും ശുഭകരമാണ്. നവഗ്രഹ ക്ഷേത്രങ്ങളിൽ കേതുവിന് ദർശനം നടത്തുന്നത് നല്ലതാണ്. മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നത് പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും. ശനിയാഴ്ചകളിൽ അരയാൽ മരത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നത് കേതുവിന്റെ ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും. വ്യാഴം നിങ്ങളുടെ അനുകൂല സ്ഥാനത്തായിരിക്കും. ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. തൊഴിൽ രംഗത്ത് പ്രൊമോഷനും പുതിയ അവസരങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും നിലനിർത്താൻ വ്യാഴത്തിന്റെ സ്വാധീനം സഹായിക്കും. ശുക്രന്റെ സ്ഥാനം ദാമ്പത്യ ബന്ധങ്ങളിലും പ്രണയബന്ധങ്ങളിലും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. ഇത് ആഡംബരവും സന്തോഷവും നൽകും. സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ശുക്രന്റെ സ്വാധീനം സഹായിക്കും. പുതിയ സുഹൃത്തുക്കളെ നേടാനും സാമൂഹിക പരിപാടികളിൽ പങ്കെടുക്കാനും അവസരം ലഭിക്കും. ബുധന്റെ സ്വാധീനം നിങ്ങളുടെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കും. പഠനകാര്യങ്ങളിലും ബിസിനസ്സിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇത് സഹായിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കാനും ഇത് നല്ല സമയമാണ്. എഴുത്തുകാർക്കും മാധ്യമപ്രവർത്തകർക്കും ഈ മാസം വളരെ അനുകൂലമായിരിക്കും. മകം നക്ഷത്രം സിംഹരാശിയിൽ വരുന്നതുകൊണ്ടും സിംഹത്തിന്റെ അധിപൻ സൂര്യനായതുകൊണ്ടും സൂര്യന്റെ സ്വാധീനം വളരെ നിർണായകമാണ്. ഈ മാസം സൂര്യന്റെ അനുകൂലമായ സ്ഥാനം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നേതൃത്വപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനും സമൂഹത്തിൽ അംഗീകാരം നേടാനും ഇത് സഹായിക്കും. പിതാവുമായുള്ള ബന്ധം ശക്തിപ്പെടും. ശനിയുടെ സ്ഥാനം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ബലം നൽകും. ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയും അർപ്പണബോധത്തിലൂടെയും ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കും. ഉത്തരവാദിത്തങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ ഇത് സഹായിക്കും. രാഹുവിന്റെ സ്ഥാനം അപ്രതീക്ഷിത നേട്ടങ്ങൾ നൽകിയേക്കാം. പുതിയതും അസാധാരണവുമായ വഴികളിലൂടെ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ശ്രദ്ധയോടെ തീരുമാനങ്ങൾ എടുക്കണം.
സാമ്പത്തികമായ അഭിവൃദ്ധി, തൊഴിൽപരമായ അംഗീകാരം, സന്തോഷകരമായ ദാമ്പത്യം, സമാധാനപരമായ കുടുംബജീവിതം, ആത്മീയമായ ഉണർവ് എന്നിവ ഈ മാസത്തെ പ്രധാന സവിശേഷതകളായിരിക്കും. നിങ്ങളുടെ സ്വാഭാവികമായ നേതൃത്വ ഗുണങ്ങളെയും ആത്മവിശ്വാസത്തെയും ഈ മാസം വരുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കുക. ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്വാധീനം നിങ്ങളുടെ വഴികളിൽ വെളിച്ചം വീശും. പ്രതിവിധികൾ സ്വീകരിച്ച് ഗ്രഹദോഷങ്ങളെ ലഘൂകരിക്കുകയും പോസിറ്റീവായ ചിന്തകളോടെയും ദൃഢനിശ്ചയത്തോടെയും മുന്നോട്ട് പോവുകയും ചെയ്യുക. ഈ മാസം നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു.